ബ്രില്യൻറ്റ് ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിച്ച മോക്ക് ടെക്സ്റ്റുകൾ നിരന്തരം എഴുതി കേരള തലത്തിൽ 1ാം റാങ്കും ഓൾ ഇന്ത്യ തലത്തിൽ 47ാം റാങ്കും നേടി ബ്രില്യൻറ്റിനെ ഉന്നതിയിലെത്തിച്ച നന്ദിതയ്ക്കും ചിലത് പറയാനുണ്ട്. ഹായ്, ഞാൻ നന്ദിത. നീറ്റ് 2023 കുറച്ച് ആഴ്ചകളുടെ ദൂരം കൂടിയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിപ്പറേഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഈ ഒരു ടൈം ആകുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ടെൻഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് കൂടി പറയാനാണ് ഞാനിപ്പോൾ വന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ NCERT നന്നായി ഫോക്കസ് ചെയ്യുക. അതായത് പെർ ഡേ നിങ്ങൾ 1-2 ടെസ്റ്റ് വീതം ചെയ്യുന്നുണ്ടാവും. NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് NCERTയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ ഏതൊക്കെ വീക്ക് ഏരിയാസ് ഉണ്ടോ ആ വീക്ക് ഏരിയാസിനൊക്കെ ക്ലാരിഫൈ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിക്കുക. സോ അതൊക്കെയാണ് ഈ ഒരു ടൈമിൽ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത ഭാഗങ്ങൾ, ഡൗട്ടുള്ള റീജിയൻസ്, ഈ ഏരിയാസിലൊക്കെ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് അതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ട്സ് ഉള്ള കാര്യങ്ങൾ പ്രൊഫസേഴ്സിനെ വിളിച്ച് ക്ലിയർ ചെയ്യുക ആൻഡ് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോവുക. പെർ ഡേ നിങ്ങൾ 1-2 ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ആ ടെസ്റ്റിൽ നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ്, ഗസ് ചെയ്ത് എഴുതിയ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ലീവ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ഇത് 3 എണ്ണം നിർബന്ധമായിട്ടും ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക ആൻഡ് ആ ക്വസ്റ്റ്യൻസ് പഠിക്കുക. നിങ്ങളിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ഷോർട്ട് നോട്ട്സിൻ്റെ എന്താ പറയുക റിയൽ യൂസ് ഇപ്പോഴാണ് എടുക്കേണ്ടത് കേട്ടോ. കാരണം ഇനിയാണ് നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് റിവൈസ് ചെയ്യേണ്ട ടൈം വരുന്നത്. നിങ്ങൾക്ക് കുറച്ച് ടൈമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ചാപ്റ്റർ പഠിക്കാനായിട്ട്. സോ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓരോ ചാപ്റ്റേഴ്സും വിത്തിൻ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വിത്തിൻ 15 minutes കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ഷോർട്ട് നോട്ട്സ്. ഓക്കെ. ആൻഡ് ഫോർമുല ബുക്ക് എപ്പോഴും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ, നിങ്ങൾക്ക് എപ്പോഴും മറന്നു പോകുന്ന ഫോർമുലാസ് എല്ലാം നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിലും ഇക്വേഷൻ ബുക്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും ഓൾറെഡി. സോ അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാംസ് റെഗുലറായി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. മോഡൽ എക്സാംസ് ഇപ്പോഴും നടക്കുന്നുണ്ടാവും. സോ ഒരു എക്സാം പോലും വിടാണ്ട് എല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് പ്യുവർ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ. ആൻഡ് ഇക്വേഷൻ ബുക്ക് വീണ്ടും റിവൈസ് ചെയ്യുക. പിന്നെ ഈ ഒരു ടൈമിൽ ഒരുപാട് തിയറി ഒന്നും വായിച്ച് സമയം കളയരുത്. നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിൽ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ അതൊക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 1-2-3 പ്രാവശ്യം റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്വേഷൻ ബുക്ക് റിവൈസ് ചെയ്യുക. പിന്നെ ചില തിയറി പോയിന്റ്സ് പ്രൊഫസേഴ്സ് പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം എഴുതിയതോ ഉണ്ടാവും. സോ അങ്ങനത്തെ ചില തിയറി പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വീണ്ടും വായിച്ചു നോക്കുക. അത് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സാമിൽ. തിയറി ബേസ്ഡ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇനോർഗാനിക് എന്താ പറയുക വീണ്ടും വായിക്കാൻ ശ്രമിക്കുക. ഏത് പോർഷനാണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇനോർഗാനിക്കിൽ ആ പോർഷൻ വീണ്ടും വായിക്കുക. ആൻഡ് ടെക്സ്റ്റിലുള്ള എല്ലാ ടേബിൾസും ട്രെൻഡും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ വാല്യൂസ് കഴിവതും ഓർമ്മിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. എല്ലാതൊന്നും ഓർമ്മയിൽ നിൽക്കുമെന്ന് ഞാൻ പറയില്ല, പക്ഷെ വീണ്ടും വായിക്കാൻ ശ്രമിക്കുക വാല്യൂസും ടേബിൾസിലുള്ള ട്രെൻഡും കാര്യങ്ങളൊക്കെ. ആൻഡ് ഓർഗാനിക്കിലെ മെക്കാനിസത്തിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് പ്രൊഫസേഴ്സിൻ്റെ അടുത്തുനിന്ന്. ആൻഡ് ബയോളജി ഐ വോണ്ട് റെക്കമെൻഡ് ലൈക്ക് A to Z കാര്യങ്ങൾ വീണ്ടും വായിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്തായാലും വായിച്ചേ പറ്റുള്ളൂ. ലൈക്ക് ഒരു റീഡിങ് മാത്രമല്ല, 1-2-3 പ്രാവശ്യം വായിക്കാൻ ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് സബ്ജക്റ്റ് വൈസ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഫിസിക്കൽ കെമിസ്ട്രിയിലായാലും ഇക്വേഷൻസ് നല്ലോണം ശ്രദ്ധിക്കുക. ആൻഡ് അതിലൊക്കെ നല്ല ക്ലാരിറ്റി വരുത്തി ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു ടൈമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ലാസ്റ്റ് മന്താണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ടൈമാണ്. ആൻഡ് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓഫ്ലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിലാണ്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് OMRൽ പ്രാക്ടീസ് ചെയ്യേണ്ട ടൈമാണ്. കാരണം ബബ്ലിംഗ് വളരെ വലിയൊരു ഫാക്ടറാണ് എക്സാമിന് നീറ്റിനെ വെച്ച് നോക്കുന്ന സമയത്ത്. സോ എല്ലാ ബബിൾസും കറക്റ്റായിട്ട് ബബിൾ ചെയ്ത് പഠിക്കുക. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ ലീവ് ചെയ്താൽ അടുത്ത ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കണം. ആൻഡ് OMRൽ ബബിൾ ചെയ്യുന്നതിൻ്റെ സ്പീഡ് നിങ്ങൾ വർദ്ധിപ്പിക്കാൻ നോക്കുക. സോ
അതൊക്കെ ഈ ഒരു ടൈമിലാണ് ചെയ്യേണ്ടത്. ഇനി ഓഫ്ലൈൻ എക്സാംസ് ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യേണ്ട ടൈമാണ്. ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എക്സാംസും പ്ലസ് നിങ്ങൾ സ്വയം വീട്ടിലിരുന്നും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റലിലിരുന്നും ചെയ്യാം OMR. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ടൈം മാനേജ്മെൻറ്റ് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ പറയുക, ടൈം മാനേജ്മെൻറ്റ് കുറേയൊക്കെ ശരിയായിട്ടുണ്ടാവും ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും. ഇനിയും ശരിയാവാത്തവർ കൂടുതൽ എക്സാംസ് പ്രാക്ടീസ് ചെയ്തിട്ട് അത് ശരിയാക്കുക. വിത്തിൻ 3 hours നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇതൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. പിന്നെ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക. ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അത്യാവശ്യം നന്നായി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി തന്നെ ഇരിക്കുക. ആൻഡ് എപ്പോഴും നന്നായി വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, നന്നായി ഭക്ഷണം കഴിക്കുക, ക്ഷീണം വരാണ്ട് നോക്കുക. സോ ഇതൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. തീരെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാമായി കൂളായിട്ടിരിക്കാം. ഓക്കെ, ആൻഡ് ഓൾ ദ ബെസ്റ്റ്. എയിംസിൽ വെച്ച് കാണാം. ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.